ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നല്ലൊരു നാച്ചുറൽ ഹെയർ ഡേയുടെ വീഡിയോ ആണ്. ഇന്ന് കുറേ പേരുടെ സംശയങ്ങൾക്ക് ഒരു ഉത്തരമായിട്ടാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. കുറേ പേർക്കൊക്കെ എത്ര ഹെന്ന ചെയ്താലും കളർ വരുന്നില്ല എന്നുള്ള ഒരു പരാതിയുണ്ട്. അങ്ങനെയുള്ളവർക്കുള്ള ഒരു വീഡിയോ ആണിത്. എന്തായാലും ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായും മുടി നല്ല കറുപ്പ് തന്നെ കിട്ടുന്നതായിരിക്കും. നിങ്ങൾ കെമിക്കൽ ഹെയർ ഡേ ചെയ്യുന്നവരാണെങ്കിൽ പോലും ഇത് നന്നായി തന്നെ മുടി കറക്കുന്നതായിരിക്കും. അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സൊക്കെ ഞാൻ ഇതിൽ പറഞ്ഞു തരുന്നുണ്ട്. അപ്പം ഞാൻ പരീക്ഷിച്ച് വലിച്ചതാണിത്. അപ്പം ഞാൻ ലൈവായി തന്നെ എൻ്റെ മുടിയിൽ പാക്ക് ഇടുന്നതും അതിന് ശേഷമുള്ള റിസൾട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ അതിനായി നമുക്ക് ആദ്യം വേണ്ടത് ടീ ഡിക്കോഷൻ ഉണ്ടാക്കണം. അപ്പോൾ അതിന് ഞാൻ ഒരു 2-3 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചായപ്പൊടിയും അതേപോലെ 2 ടേബിൾ സ്പൂൺ കാപ്പിപ്പൊടിയും. പിന്നെ വേണ്ടത് സവോളയുടെ തൊലിയാണ്. നമുക്ക് കുറച്ചധികം തന്നെ വേണം. നമ്മൾ 2-3 ദിവസമായി എടുത്ത് വെച്ചതിന് ശേഷം വേണം ഈ പാക്ക് ഉണ്ടാക്കാൻ. പിന്നെ ചെമ്പരത്തി പൂവ്, അതും കുറച്ചധികം വേണം കേട്ടോ. ഇതെല്ലാം കൂടി തിളപ്പിച്ച് നന്നായി തന്നെ കുറുക്കിയെടുക്കണം. പിന്നെ ഒരു കാര്യം, നീലാമരി വിത്ത് റെഡി ആയിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് അവസാനം എൻ്റെ നമ്പർ കൊടുക്കാം. പിന്നെ ഒരു ഇരുമ്പ് ചീനച്ചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കടുകാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ കടുക് നന്നായി ഒന്ന് വറുത്തെടുക്കണം. പണ്ട് കാലത്ത് കടുകെണ്ണ മുടി നരക്കാതിരിക്കാൻ ഉപയോഗിച്ചിരുന്നു. അപ്പോൾ അതിന് പകരമാണ് നമ്മളിപ്പോൾ ഈ കടുക് വറുത്ത് ചേർക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഈ കടുക് പൊട്ടി തുടങ്ങുന്നുണ്ട്. ഇത് പൊട്ടി തുടങ്ങുമ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നെല്ലിക്ക പൊടിയാണ്. ഇത് ഞാനിവിടെ പൊടിപ്പിച്ച് വെച്ച നെല്ലിക്ക പൊടിയാണ്. നിങ്ങൾ നെല്ലിക്ക പൊടി വാങ്ങിക്കുന്നുണ്ടെങ്കിൽ തന്നെ നല്ല ഓർഗാനിക് നെല്ലിക്ക പൊടി തന്നെ വാങ്ങിക്കണം. അപ്പോൾ നെല്ലിക്ക പൊടിയായാലും ഹെന്ന പൗഡർ ആയാലും ഓർഗാനിക് അല്ലെങ്കിൽ നമുക്കൊരിക്കലും അതിൻ്റെ റിസൾട്ട് കിട്ടില്ല. അപ്പോൾ വീട്ടിൽ നിങ്ങളുടെ കയ്യിൽ ഇതില്ലെങ്കിൽ നിങ്ങൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലും ഉണ്ടാക്കി വെക്കുന്നുണ്ടെങ്കിലോ അത് തന്നെ വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ കുറച്ചുകൂടി വിശ്വസിച്ച് വാങ്ങിക്കാൻ പറ്റുന്ന ബ്രാൻഡിൻ്റെ പേര് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അത് തന്നെ വാങ്ങിച്ചാലും നല്ലതാണ് കേട്ടോ. ഇപ്പോൾ ഇത് നന്നായി കറുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്ത് നന്നായി ഇത് പൊടിക്കണം. പൊടിച്ച തരി ഉണ്ടെങ്കിൽ അതിനെ ഒന്ന് അരിച്ചെടുക്കണം. ഇപ്പോൾ എൻ്റെ തരിയൊന്നും ഇല്ല കേട്ടോ, അത്രക്കും മിനുസത്തിൽ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇത് കണ്ട ശരിക്കും കാപ്പിപ്പൊടിയുടെ ഒക്കെ ആ ഒരു ടെക്സ്ചറിൽ തന്നെ പൊടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ അരിച്ചിട്ടൊന്നും എടുക്കുന്നില്ല. കടുക് ചേർക്കുന്നതുകൊണ്ട് നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് കളർ കിട്ടുന്നുണ്ട് കേട്ടോ. കടുകെണ്ണ ഉപയോഗിച്ചാൽ നമ്മുടെ മുടി ഒരിക്കലും നരക്കില്ല എന്ന് പറയുന്നുണ്ട്. കടുകെണ്ണ വളരെ നല്ലതാണ് മുടി നരക്കാതിരിക്കാനും നരച്ച മുടി കറുപ്പിക്കാനും. അപ്പോൾ നമുക്ക് ഈ കടുക് ചേർക്കുന്നത് കൊണ്ടും അതേ ഗുണം തന്നെ കിട്ടുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ഡിക്കോഷൻ ഉണ്ടല്ലോ, അത് അരിച്ചെടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇളം ചൂടോടുകൂടി തന്നെ വേണം നമ്മൾ ഹെന്ന മിക്സ് ചെയ്യാൻ. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഹെന്ന പൗഡർ ഒരു ഇരുമ്പ് ചീനച്ചട്ടിയിലേക്കാണ് എടുക്കുന്നില്ല. ഇത് ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത മൈലാഞ്ചി പൊടിയാണ്. അപ്പോൾ ഈ പൊടി ഉണ്ടാക്കുന്ന വിധം ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നു. അതുപോലെ പൊടിച്ചെടുത്താൽ നമ്മളെ മുടിക്ക് വളരെ നല്ലതാണ് കേട്ടോ. അതിൽ ഞാൻ കറുകപ്പട്ടയൊക്കെ ചേർത്തിട്ടുണ്ട്, അതായത് സിനമൺ പൗഡർ. അതിൻ്റെ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾക്ക് കണ്ടു നോക്കാം എൻ്റെ ചാനലിൽ. ഇപ്പോൾ ഇതാ ഞാൻ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള പൊടി ഉണ്ടല്ലോ, കടുകും നെല്ലിക്കപ്പൊടിയും ചേർത്തിട്ടുള്ള അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിനി നന്നായി തന്നെ മിക്സ് ചെയ്ത് മുഴുവനായി തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ മുടിക്ക് നല്ല കറുപ്പ് കിട്ടാൻ സഹായിക്കും. പിന്നെ എൻ്റെ ചാനലിൽ ഞാൻ കുറേ ഹെന്ന ചെയ്യുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് സൂട്ടബിൾ ആണെന്ന് വെച്ചാൽ നമുക്കത് നോക്കി ചെയ്യാം. പിന്നെ ഹെന്ന പൗഡർ നിങ്ങൾക്ക് അടുത്ത് ആരെങ്കിലും ഉണ്ടാക്കി വെക്കുന്നുണ്ടെങ്കിൽ പരിചയമുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നത് നല്ലതായിരിക്കും. അതിലൊരിക്കലും കെമിക്കൽ ചേർന്നിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മളെ മുടിക്ക് ഒരിക്കലും ഒരു ദോഷമില്ലാത്ത പൊടി തന്നെ നമുക്ക് കിട്ടും. അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ബ്രാൻഡ് ഞാൻ പറഞ്ഞുതരാം. അട്ടർ ആയുർവേദ എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രാൻഡുണ്ട്. അത് ഏറ്റവും നല്ലതാണ് കേട്ടോ, നാച്ചുറലാണ്. അതിലൊരിക്കലും കെമിക്കൽ ചേർന്നിട്ടില്ല. ബാക്കി എനിക്കറിയില്ല കേട്ടോ, ഞാൻ പരീക്ഷിച്ച ഒരു ബ്രാൻഡ് അത് മാത്രമാണ്, വേറെ എനിക്കറിയില്ല. നല്ല ബ്രാൻഡ് നോക്കി വാങ്ങിയാലേ നമ്മളെ മുടിക്ക് അതിൻ്റെ ഗുണവും കിട്ടില്ല കേട്ടോ. അല്ലാതെ കുറച്ച് കെമിക്കലൊക്കെ അടങ്ങിയിട്ടുള്ള ഹെന്ന പൗഡർ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുടിക്ക് ദോഷം ചെയ്യും. അപ്പോൾ എൻ്റെ കയ്യിൽ ഹെന്ന പൗഡർ ഉണ്ടാക്കിയത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അത് മാത്രമാണ് വാങ്ങിക്കാറ് കേട്ടോ എപ്പോഴും. ഇപ്പോൾ ഇതൊക്കെ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നാരങ്ങയുടെ പകുതി പിഴിഞ്ഞിട്ട് എടുക്കാം നമുക്ക്. ലൈം ജ്യൂസ് നമ്മുടെ ഹെന്നയ്ക്ക് നല്ലൊരു കളറ് കിട്ടാൻ സഹായിക്കും. കളർ നമ്മളെ മുടിയിൽ പിടിക്കാനും പിന്നെ മുടിയിൽ നമുക്ക് ഡാൻഡ്രഫൊക്കെ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാനും സഹായിക്കും. പിന്നെ ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ മുടിയിലിടുന്നത്. 2 ദിവസം വെച്ചാൽ ഒരു ഫുൾ ഡേ വെക്കുന്നുണ്ട്. പിന്നെ പിറ്റേ ദിവസം വൈകിട്ട് ഇടുന്നുണ്ട്. വൈകിട്ട് ഇട്ട് കഴിഞ്ഞാൽ മുടിയിൽ നീരിറക്കം വരുന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം രാവിലെ ഇടും. അപ്പോൾ 2 ഫുൾ ഡേ നമുക്ക് കിട്ടും. ഞാൻ അങ്ങനെ ചെയ്തിട്ടാണ് ഇടാറ്. ഇത് കണ്ടോ, ഈ ഇരുമ്പ് ചീനച്ചട്ടിയിൽ നന്നായി തന്നെ തേച്ച് വെക്കണം. ഈ ഫുൾ ഈ ഹെന്ന പൗഡറിന് തട്ടുന്ന പോലെ ചെയ്ത് വെച്ചാൽ നന്നായി ഇത് കറുത്തിട്ടും ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ ആക്കിയിട്ട് നമുക്കിത് എയർ ടൈറ്റായിട്ട് വേണം കെട്ടി വെക്കാൻ. അപ്പം നിങ്ങളിത് കണ്ടോ, പിറ്റേ ദിവസത്തേക്ക് നല്ല കളറുണ്ടാവും. പിന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം, നിങ്ങൾ ഇത് ചെയ്യുന്ന തലേ ദിവസം മുടി നന്നായി ഷാമ്പൂ ഇട്ട് കഴുകണം. കാരണം ഒട്ടും എണ്ണമയം ഉണ്ടാവാൻ പാടില്ല. എണ്ണമയം ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഈ റിസൾട്ട് കിട്ടില്ല കേട്ടോ. അപ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. എന്നാൽ മാത്രമേ നമ്മൾക്ക്
ഇത് ശരിക്കും നമ്മൾക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ. പിന്നെ ഒരു കാര്യം കൂടി, ഇത് പാക്ക് ഉണ്ടാക്കി വെക്കുമ്പോൾ നമ്മൾ കുറച്ചധികം ഉണ്ടാക്കി വെച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. അങ്ങനെ ആകുമ്പം നമ്മൾക്കൊരു 2 ആഴ്ചയൊക്കെ കഴിഞ്ഞ് ചെറുതായി മുടി വളരുന്ന മുടി ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് കുറച്ചൊരു നര കാണുന്നു തോന്നുന്നുണ്ടെങ്കിൽ ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ ജോലിയൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ മേലെ കൂട്ടി കുറച്ചൊന്ന് അപ്ലൈ ചെയ്താൽ മതി. ആ നര കാണുന്നതിന് മാത്രം ചെയ്താൽ മതി കേട്ടോ. അങ്ങനെ 1 മാസം വരെയൊക്കെ നമുക്ക് ഫുൾ പാക്ക് ഇടാതെ നമുക്ക് മുടിനെ സംരക്ഷിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നരയൊന്നും കാണില്ല കേട്ടോ. ഇപ്പോൾ ഇത് 2 ദിവസം കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് നന്നായി തന്നെ ഇത് കറുപ്പ് കളർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ കുറച്ച് മാറ്റി വെക്കുന്നുണ്ട്, ബാക്കി മുഴുവനായിട്ട് ഞാൻ മുടിയിലേക്ക് തേച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ മാറ്റി വെക്കുന്ന എന്തിനു വെച്ചാൽ ഈ പറഞ്ഞ പോലെ 2 ആഴ്ച കഴിയുമ്പോൾ നമ്മുടെ ആ മുടി തുടങ്ങുന്ന സ്ഥലത്ത് കുറച്ച് വെളുത്തിട്ട് കാണും കേട്ടോ. അതും ഈ നടുവിൽ നമ്മളുടെ ഈ പാർട്ടീഷൻ ഉണ്ടല്ലോ, അവിടെയാണ് പെട്ടെന്ന് കാണുക. എനിക്ക് അങ്ങനെയാണ് കാണുക. അപ്പോൾ അവിടെ ഒന്ന് ടച്ച് ചെയ്യും, അങ്ങനെ ചെറുതായിട്ട് തൊട്ട് കൊടുത്തു കഴിഞ്ഞാൽ അന്നേരം പോയി കിട്ടും. അപ്പോൾ ഇത് കെമിക്കൽ ഡൈ അല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ വരുന്നത്. പക്ഷെ നമുക്കിത് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള റിസൾട്ട് ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. നന്നായി തന്നെ കറുപ്പ് കളർ വരുന്നുണ്ട് കേട്ടോ. ഇനി ഒന്നുകൂടി ചേർത്ത് കൊടുക്കാറുണ്ട്, കാരണം നമ്മൾ ഈ ഹെന്ന പാക്ക് ഇട്ട് കഴിഞ്ഞാൽ മുടി ഭയങ്കര റഫായി തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അലോവേര ജെല്ല് ഒന്ന് അടിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഫ്രഷ് അലോവേര ജെല്ലാണ് ഇത്. അത് വെള്ളത്തിൽ ഇട്ടിട്ട് അതിൻ്റെ മഞ്ഞക്കറ കളഞ്ഞിട്ട് വേണം അതിൻ്റെ അകത്തെ ജെല്ലെടുത്ത് ഒന്ന് മിക്സിയിൽ അടിച്ചു കൊടുക്കാൻ. ഇതില്ല എന്നുണ്ടെങ്കിൽ മുട്ടയുടെ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ മുടിക്ക് നല്ല ഒരു സോഫ്റ്റ്നെസ് ഉണ്ടാവും, അല്ലെങ്കിൽ കുറച്ചും കൂടി ഡ്രൈ ആയി തോന്നുന്നുണ്ട്. പിന്നെ നീലയമരിയിലും ഇതേപോലെ തന്നെ കേട്ടോ, നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു ടിപ്പ് കൂടി ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അതുകൂടി ചെയ്താൽ നമ്മൾ നീലയമരി ഇട്ട് കഴിഞ്ഞാൽ നല്ല ഡാർക്ക് കളർ വരും. ഇപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, എന്നെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുടി കറുക്കും, പക്ഷെ എന്നാലും ഇടയ്ക്ക് ഓരോന്നും ബ്രൗൺ ഉണ്ടാവും, കുറച്ച് റെഡ് കളർ ഉണ്ടാവും. എത്രയായാലും നമ്മൾ നന്നായി നരച്ച മുടിക്ക് അതുണ്ടാവും. അപ്പോൾ അതുകൂടി ചെയ്താലേ നമുക്ക് ഫുൾ ബ്ലാക്കായിട്ട് കിട്ടില്ല. പിന്നെ നിങ്ങൾ കെമിക്കൽ ഡൈ ഉപയോഗിക്കുന്നവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് നിർത്തണം കേട്ടോ. പല അസുഖങ്ങളും വരുന്നുണ്ട്, അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ. ഇപ്പോൾ ഇതാ ഞാൻ ഇനി എൻ്റെ മുടിയിലേക്ക് ഇതൊന്ന് അപ്ലൈ ചെയ്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പോൾ ഇതാ നല്ല നര കാണുന്നുണ്ട്, ഇവിടെയൊക്കെ കണ്ടില്ലേ, നന്നായി തന്നെ നര കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതൊരു ഗ്ലൗസ് ഇട്ടിട്ട് ഫുള്ളായി തന്നെ ചെയ്യുന്നുണ്ട്. ഇപ്പം നമുക്കങ്ങനെ ചെയ്യുമ്പോൾ വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല, ഈ സൈഡിൽ വെച്ചിട്ടാണ് എടുക്കുന്നില്ല. വീഡിയോ എടുത്തു തരാനൊക്കെ ഒരാളുണ്ടെങ്കിൽ വളരെ നന്നായിരുന്നു. അതില്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഞാൻ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കുന്നതാണ്. പിന്നെ ഈ ഹെന്ന മിക്സ് ഇട്ടതിന് ശേഷം ഞാൻ 3 മണിക്കൂർ സമയം വെയിറ്റ് ചെയ്തിരുന്നു. 3 മണിക്കൂർ വെയിറ്റ് ചെയ്ത് നന്നായി ഉണങ്ങിയതിന് ശേഷമാണ് ഞാൻ കുളിക്കുന്നത്. കുളിച്ച് കഴിഞ്ഞുള്ള റിസൾട്ട് നിങ്ങളെ കാണിച്ചു തരാം. ഇത് ഇപ്രാവശ്യം ഞാൻ മുടിയിൽ മുഴുവനായി തന്നെ ഇട്ടിട്ടുണ്ട്, കാരണം അത്രയ്ക്ക് നര വന്നിട്ടുണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ അതുകൊണ്ട് ഞാൻ മുഴുവനായി ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ 3 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ കുളിച്ചിട്ടുള്ള റിസൾട്ട് നിങ്ങളെ കാണിച്ചു തരാം. ഇതിപ്പോൾ കുളി കഴിഞ്ഞപ്പം കണ്ട സാധാരണ ഇല്ലത്ര റെഡ് കളർ ഇല്ല കേട്ടോ, കുറച്ചൊക്കെ ഉള്ളൂ. പക്ഷേ നമ്മൾ ആ കടുകും ഇതൊക്കെ ചേർത്തുകൊണ്ട് നന്നായി തന്നെ കുറച്ച് കറുപ്പൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇന്നല്ല കേട്ടോ ഇത് കറുപ്പ് കാണാറ്, മുടി ഉണങ്ങിയതിന് ശേഷമാണ് നമുക്ക് കറുപ്പ് കാണാറ്. പക്ഷേ ഇനി നമുക്ക് ഇതിലേക്ക് നീലയമരിയുടെ ഒരു പാക്ക് കൂടി ഇടാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ 2 സ്പൂൺ നീലയമരി, അതിലേക്ക് 1 പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ മുടിയിൽ നന്നായി തന്നെ പിടിച്ച് കിട്ടുന്നുണ്ട് നീലയമരി. ഇനി നമ്മൾ ഹെന്ന ഉണ്ടാക്കുമ്പോൾ ഉള്ള ഡിക്കോഷൻ ഞാൻ കുറച്ച് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. അതൊന്ന് ചൂടാക്കിയിട്ടാണ് ഇത് ഞാൻ മിക്സ് ചെയ്യുന്നത്. ഇത് ഞാൻ രാവിലെ കുളിച്ച് മുടിയൊക്കെ ഉണങ്ങി വൈകിട്ടാണ് കേട്ടോ ഇത് ഞാൻ മിക്സ് ഇടുന്നത്. നിങ്ങൾക്ക് അന്ന് പറ്റില്ലെങ്കിൽ പിറ്റേ ദിവസം രാവിലെ ഇട്ട് കഴിഞ്ഞാൽ മതി. പക്ഷേ മുടി ഉണങ്ങിയതിന് ശേഷം വേണം ഇടാൻ. നനഞ്ഞ മുടിയിൽ ഈ നീലയമരി മിക്സ് ഒരിക്കലും ഇടരുത് കേട്ടോ. അപ്പോൾ ഞാൻ നീലയമരി മിക്സ് ഇട്ടിട്ട് ഉണങ്ങിയതിന് ശേഷം വീണ്ടും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് എൻ്റെ മുടി ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, കുറച്ചൊക്കെ ബ്ലാക്ക് കളർ വന്നിട്ടുണ്ട്. നമ്മൾ ആ നനഞ്ഞ മുടി കാണുമ്പോൾ ഇല്ലത്ര ഒരു റെഡിഷ് ഒന്നും ഇല്ല ഇപ്പോൾ തലയിൽ. ഇപ്പോൾ ഇത് ഞാൻ നീലയമരി വേണ്ടുന്ന സ്ഥലത്ത് മാത്രം ഇട്ട് 1 മണിക്കൂറിന് ശേഷം കുളിച്ചതാണ് കേട്ടോ. അപ്പോൾ നന്നായി തന്നെ മുടി കറുപ്പ് കളർ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാമല്ലോ, നന്നായി കറുപ്പ് കളർ. ഇനിയിപ്പോൾ അത് മുടി ഉണങ്ങി കഴിയുമ്പോൾ ആണ് നമുക്ക് കൂടുതൽ ബ്ലാക്ക് ആയിട്ടുണ്ടാവും. അപ്പോൾ കുറച്ച് ഒരു റെഡ് ഉണ്ടെങ്കിൽ തന്നെ അത് മുടി ഉണങ്ങി കഴിഞ്ഞാൽ തീരെ മനസ്സിലാവില്ല കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.